നമസ്കാരം, സ്മാർട്ട് ശ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഓർഗാനിക് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ പാർട്ട് 2 ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ബേസിക് ഓർഗാനിക് കെമിസ്ട്രി എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഹൈഡ്രോ കാർബൺ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കാർബണും ഹൈഡ്രജനും അടങ്ങിയ സംയുക്തങ്ങളെയാണ് ഹൈഡ്രോകാർബണുകൾ എന്ന് പറയുന്നത്. കോമ്പൗണ്ട്സ് ദാറ്റ് കണ്ടെയ്ൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഓൺലി ആർ കോൾഡ് ഹൈഡ്രോകാർബൺസ്. അപ്പം ഇങ്ങനെ ഹൈഡ്രോകാർബണുകളുടെ നാമകരണം എന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു ഓർഗാനിക് കോമ്പൗണ്ടുകൾക്ക് നമ്മൾ നാമകരണം അവർക്ക് പേര് കൊടുക്കുന്നത് എങ്ങനെ പേര് നൽകണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു സംഘടനയാണ് IUPAC. ഏതാണ് IUPAC? IUPAC, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അതാണ് IUPAC എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾക്ക് എങ്ങനെ പേര് നൽകണം എന്ന് നിർദ്ദേശിക്കുന്ന സംഘടനയാണ് IUPAC. അപ്പോൾ ഈ IUPACയുടെ നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ ഹൈഡ്രോ കാർബണുകളുടെ നാമകരണത്തിന് IUPAC പരിഗണിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. എന്താണ്? കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഹൈഡ്രോ കാർബണുകളുടെ നാമകരണത്തിന് IUPAC പ്രധാനമായിട്ടും പരിഗണിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്ന് ഏതാണ്? കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. ഏതിന്റെയാണ്? കാർബൺ ആറ്റങ്ങൾ. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. രണ്ടാമത്തെ, ഈ കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള രാസബന്ധനങ്ങളുടെ സ്വഭാവം. രാസബന്ധനങ്ങളുടെ സ്വഭാവം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഹൈഡ്രോ കാർബണുകളുടെ നാമകരണത്തിന് IUPAC പ്രധാനമായിട്ടും പരിഗണിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. എന്ത്? ഫസ്റ്റ്, കാർബൺ ആറ്റങ്ങളുടെ എണ്ണം, അതിലെത്ര കാർബൺ ആറ്റങ്ങളുണ്ട്. രണ്ടാമത്തെ, ഈ കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള രാസബന്ധനങ്ങളുടെ സ്വഭാവം. നമ്മൾ സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, അത് ട്രിപ്പിൾ ബോണ്ട് ആണോ, അങ്ങനെ ഏകബന്ധനമാണോ, ദ്വിബന്ധനമാണോ, ത്രിബന്ധനമാണോ, അതൊക്കെയാണ് രണ്ടാമത്തെ നോക്കുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇതനുസരിച്ച് നമ്മൾ നാമകരണം ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിന്റെ അനുസരിച്ച് നമ്മൾ പദമൂലങ്ങൾ എഴുതും. ഓക്കെ. ആൽക്കൈനുകൾക്ക് പേര് നൽകുന്നതിന് കാർബൺ ആറ്റങ്ങളോടൊപ്പം ചേർക്കുന്ന പദമൂല്യം, ആ പദമൂല്യം എന്ന് പറയുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കിയിട്ടാണ്. പദമൂല്യത്തോടൊപ്പം ചേർക്കുന്ന പ്രത്യയങ്ങളാണ് എയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് നോക്കാം. അതിനു മുന്നേ പദമൂലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആ കാർബണിന്റെ എണ്ണം അനുസരിച്ചാണ് കേട്ടോ. C1 ഒരു കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അതിനെ മീത്ത് എന്ന് പറയും. മീത്ത് METH മീത്ത് എന്ന് പറയുന്നു. ഓക്കെ. അതുപോലെ C2 രണ്ട് കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഈത്ത്. C3 മൂന്ന് കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ പ്രൊപ്പ്. നാല് കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ ബ്യൂട്ട്. 5 എണ്ണാണെങ്കിൽ പെന്റ്. 6 എണ്ണാണെങ്കിൽ ഹെക്സ്. 7 എണ്ണാണെങ്കിൽ ഹെപ്റ്റ്. 8 എണ്ണം ഒക്റ്റ്. 9 എണ്ണം നോൺ. 10 എണ്ണാണെങ്കിൽ ഡെക്ക്. ഓക്കെ. അപ്പൊ നോക്കാം. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ഹൈഡ്രോ കാർബണുകളുടെ നാമകരണത്തിന് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. അപ്പൊ ഈ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കിയിട്ട് ഇതിനാണ് നമ്മൾ പദമൂലം എന്ന് പറയുന്നത്. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കിയിട്ട് അതനുസരിച്ച് ഓരോ പദമൂലങ്ങൾ കൊടുക്കുകയാണ്. ഒരു കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ എന്തെന്നാ കൊടുക്കുന്നത്? മീത്ത്. 2 എണ്ണാണ് ഈത്ത്. 3 പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്റ്റ്, നോൺ, ഡെക്ക്. ഇംഗ്ലീഷിൽ ഇവിടെ എഴുതാം. മെത്ത്, മീത്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, HEPT, ഹെപ്റ്റ്, ഒക്റ്റ്, നോൺ,
ഡക്ക്. ഓക്കെ, അങ്ങനെ നമുക്ക് പേര് കൊടുക്കാം. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ആൽക്കെയിൻ ആണല്ലേ, ആൽക്കെയിൻ, ALKANE സ്പെല്ലിംഗ് നോക്കുക, ANE ആണ് ആൽക്കെയിൻ. ആൽക്കെയിൻ. ഈ ആൽക്കെയിനുകൾക്ക് നമ്മൾ പേര് കൊടുക്കുമ്പോൾ, അതായത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്ന ഈ പദമൂല്യത്തോടൊപ്പം ചേർക്കുന്ന പ്രത്യയങ്ങളാണ് എയിൻ എന്ന് പറയുന്നത്. ഏതാണ് എയിൻ? ANE ചേർക്കും. അപ്പൊ നമ്മൾ എന്ത് നോക്കണം? ആദ്യം അതിന്റെ പദമൂല്യം ഏതാണെന്ന് നോക്കുക. അതായത് കാർബൺ ആറ്റങ്ങൾ എത്രയുണ്ടെന്ന് നോക്കി ഈ പദമൂല്യം എഴുതിയതിനു ശേഷം അതിനോടൊപ്പം ചേർക്കുന്ന പ്രത്യയങ്ങളാണ് ANE എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരെണ്ണം ചെയ്തു നോക്കാം. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ് നമ്മൾ മീഥെയ്ൻ എന്ന് പറഞ്ഞു. CH4 തന്മാത്ര വാക്യമാണ് CH4 എന്ന് പറയുന്നത്. അപ്പൊ ഈ മീഥെയ്ന് നമുക്ക് എങ്ങനെ പേര് കൊടുത്തേ നോക്കാം. CH4. അപ്പൊ നമ്മൾ നോക്കുക, കാർബൺ ആറ്റം, എത്ര കാർബൺ ആറ്റം ആണ് ഉള്ളത് ഇതിനകത്ത്? ഒരു കാർബൺ ആറ്റം ഉള്ളൂ. ഒരു കാർബൺ ആറ്റം വരുമ്പോ മീത് അല്ലെ, മീത് പ്ലസ് ആൽക്കെയിൻ ആണ് അല്ലെ, മീത് പ്ലസ് എന്തെന്ന് കൊടുക്കുന്നു? അവിടെ പദമൂല്യത്തോടൊപ്പം പ്രത്യേകം ഏതാണ്? എയിൻ ആണ് ചേർക്കുന്നത്. എയിൻ, മീത് പ്ലസ് എയിൻ. അപ്പൊ എങ്ങനെ വരും? മീഥെയ്ൻ. മീഥെയ്ൻ. ഓക്കെ, അപ്പൊ ആദ്യം കാർബൺ ആറ്റത്തിന്റെ എണ്ണം നോക്കി ഇവിടെ ഏത് പദമൂല്യമാണ് വരുന്നതെന്ന് ചേർക്കുക. അതിനോടൊപ്പം ഏത് പ്രത്യയമാണ് നമ്മൾ ചേർക്കുന്നത്? എയിൻ എന്ന് ചേർക്കുന്നു. മീത് പ്ലസ് എയിൻ, മീഥെയ്ൻ. METH, മീത് പ്ലസ് എയിൻ, ANE, മീഥെയ്ൻ. THANE, മീഥെയ്ൻ. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് നോക്കാം, C2H6. അപ്പൊ ഇത് ഏതാണെന്ന് നോക്കാം. കാർബൺ ആറ്റം എത്രണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലെ. 2 എണ്ണം വരുമ്പോ ഏതാണ്? ഈത്. ഈത് പ്ലസ് ആൽക്കെയിൻ ആയതുകൊണ്ട് എയിൻ എന്ന പ്രത്യയം ചേർക്കും. എയിൻ, ഈഥെയ്ൻ. ഈഥെയ്ൻ. ഓക്കെ, അടുത്ത് C3H8. കാർബൺ ആറ്റം എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലെ. പ്രൊപ്പ്. 3 എണ്ണം വരുമ്പോ ഏതാണ്? പ്രൊപ്പ്. പ്രൊപ്പ് പ്ലസ് എയിൻ എങ്ങനെ വരും? പ്രൊപ്പെയിൻ. പ്രൊപ്പെയിൻ. ഓക്കെ, എക്സെട്ര. അതുപോലെ ഇത് ശാഖകളൊന്നുമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ നാമകരണത്തിന് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കുന്നു, എന്നിട്ട് അതിനകത്ത് ഏത് പദമൂല്യമാണ് ചേർക്കുന്നത് അത് എഴുതുക. പ്ലസ് അതിനകത്ത് ആൽക്കെയിൻ ആകുമ്പോൾ ഏത് പ്രത്യയം നമ്മൾ ചേർക്കുന്നു? എയിൻ, ANE, എയിൻ എന്ന പ്രത്യയം ചേർക്കുന്നു. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഏത് വേണമെങ്കിലും എഴുതാം. ഫസ്റ്റ് നമ്മൾ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ് CH4, മീഥെയ്ൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുതി കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 1 ആയതുകൊണ്ട് മീത് എന്ന് എഴുതി, അതിന്റെ കൂടെ എയിൻ പ്രത്യയം ചേർത്തു. ഏതാണ്? മീഥെയ്ൻ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഓരോന്നിനെയും ഹൈഡ്രോ കാർബണുകളെ നമ്മൾ നാമകരണം ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് അവിടെ എഴുതാം എങ്ങനെയാണ്? പദമൂല്യം പ്ലസ് എയിൻ ഈക്വൽ ആൽക്കെയിൻ. അതൊരു ബോക്സിലായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. പദമൂലം പ്ലസ് എയിൻ ഈക്വൽ എങ്ങനെ കിട്ടും? ആൽക്കെയിൻ. ആൽക്കെയിൻ. ഇത് ഈ ബോക്സിലാക്കി തന്നെ പഠിക്കുക. ആൽക്കെയിനുകൾക്ക് പേര് നിർദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഏതാണ് നോക്കിക്കുന്നത്? നമ്മൾ ശാഖകൾ ഇല്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ നാമകരണമാണ് നമ്മളിപ്പോ പഠിച്ചത്. ഇനി ശാഖകളോട് കൂടിയ ഹൈഡ്രോ കാർബണുകളെ എങ്ങനെയാണ് നാമകരണം ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിനി അടുത്ത് നോക്കാം ശാഖകളോട് കൂടിയ ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം. അപ്പൊ ഇങ്ങനെ ശാഖകളോട് കൂടിയ ഹൈഡ്രോ കാർബണുകളുടെ നാമകരണത്തിന് IUPAC പ്രധാനമായും നിർദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കത് ഏതൊക്കെയാണ് നോക്കാം. അപ്പൊ നമ്മളിങ്ങനെ ശാഖകൾ വരുമ്പോൾ ഏറ്റവും നീളം കൂടിയ ചെയിനിനെ പ്രധാന ചെയിനായി കണക്കാക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ നമ്മളിങ്ങനെ എഴുതുമ്പോൾ കാർബൺ ചെയിൻ നോക്കുക. അപ്പൊ അങ്ങനെ ഏറ്റവും നീളം കൂടിയ ചെയിനിനെ എന്ത് ചെയ്യണം? പ്രധാന ചെയിനായി പരിഗണിക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ ബാക്കിയുള്ളവയെ നമ്മൾ ശാഖകളായി പരിഗണിക്കണം. അപ്പൊ നോക്കുക, നിങ്ങൾ എഴുതുമ്പോൾ
ചെയിൻ നോക്കിയിട്ട് ഏറ്റവും നീളം കൂടിയത്, കാർബൺ ആറ്റം ഏറ്റവും നീളം കൂടിയത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ള ആ ചെയിനെ പ്രധാന ചെയിനായിട്ട് പരിഗണിക്കണം. ബാക്കിയുള്ളതിനെ എന്ത് ചെയ്യണം? ശാഖകളായിട്ട് പരിഗണിക്കുക. മൂന്നാമത്തെ, പ്രധാന ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ നൽകി ശാഖയുടെ സ്ഥാനം കണ്ടെത്തുക. നമ്മൾ എക്സാമ്പിൾ ഇവിടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഇപ്പൊ ആ പോയിന്റ്സുകളൊന്ന് നോക്കാം. മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ? പ്രധാന ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്മൾ നമ്പർ നൽകി ശാഖയുടെ സ്ഥാനം കണ്ടെത്തുക. അപ്പൊ ഇങ്ങനെ ഓരോ കാർബൺ ആറ്റങ്ങൾ നോക്കുക, 1 2 3 എന്ന് പേര് കൊടുക്കുക. അപ്പൊ ഏതിലാണോ, ഇപ്പൊ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലാണോ ശാഖ, അല്ലെങ്കിൽ നാലാമത്തേലാണോ ഒന്നാമത്തേലാണോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പർ നൽകിയിട്ട് പ്രധാന ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ നൽകി ശാഖയുടെ സ്ഥാനം കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പൊ എത്രാമത്തേലാണ് ശാഖ എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്ത പോയിന്റ്, ശാഖകളുള്ള കാർബൺ ആറ്റത്തിന് കുറഞ്ഞ സംഖ്യ വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ കാർബൺ ആറ്റത്തിന് പേര് കൊടുക്കാൻ. അത് ശ്രദ്ധിക്കാം. ഇപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി പോകുമ്പോൾ രണ്ടാമത്തേലാണ് നമ്മൾ ശാഖ വരുന്നെങ്കിൽ അപ്പൊ അവിടെ നിന്ന് ആദ്യത്തേന്ന് ഒടുങ്ങി തുടങ്ങണം. ഇനിയിപ്പോ ആറാമത്തേലാണ് കിടക്കണമെങ്കിൽ ഇപ്പുറ സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പേര് നൽകണം. അതാണ് ഉദ്ദേശിച്ചത്. ശാഖകളുള്ള ആ കാർബൺ ആറ്റത്തിന് കുറഞ്ഞ സംഖ്യ വരുന്ന രീതിയിൽ വേണം നമ്മൾ കാർബൺ ആറ്റങ്ങൾക്ക് പേര് നൽകാൻ വേണ്ടിയിട്ട്. ശാഖകളുള്ള കാർബൺ ആറ്റത്തിന് കുറഞ്ഞ സംഖ്യ വരുന്ന രീതിയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അതിന് ശാഖകൾക്ക് ഈ നമ്പർ ചെയിന്, പ്രധാന ചെയിന് നമ്പർ നൽകേണ്ടതുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇപ്പൊ പോയിന്റ്സ് ഒന്ന് നോക്കാം. അപ്പൊ അതിനകത്ത് IUPAC പറയുന്ന കുറച്ച് നിർദ്ദേശങ്ങളാണ്. ഇത് തന്നെയാണ് വരുന്നത്. പ്രധാന ചെയിൻ കണ്ടെത്തി ശാഖ തിരിച്ചറിയുക. നമ്മൾ ആദ്യം പറഞ്ഞു, അതിൽ ഏതാണോ പ്രധാന മെയിൻ ചെയിൻ ആണെന്ന് കണ്ടെത്തുക. എന്നിട്ട് അതിൽ എന്ത് ചെയ്യണം? ശാഖകളും കണ്ടെത്തി വെക്കുക. പിന്നെ ശാഖയുള്ള അഗ്രത്തിൽ നിന്നും കാർബൺ ആറ്റങ്ങൾക്ക് തുടർച്ചയായി പേര് നൽകുക. ഇപ്പൊ ഇവിടെയാണ് ശാഖ, അതിന്റെ ബ്രാഞ്ച് വരുന്നെങ്കിൽ അതിന്റെ അഗ്രത്തിൽ നിന്നും തുടർച്ചയായിട്ട് നമ്മൾ 1 2 3 4 എന്ന് കാർബൺ ആറ്റങ്ങൾക്ക് പേര് നൽകണം. ഓക്കെ. പിന്നെ ഒന്നിലധികം ശാഖകളുള്ള ഹൈഡ്രോ കാർബണുകളുടെ കാര്യത്തില് ഒന്നാമത്തെ ശാഖ പ്രധാന ചെയിന്റെ ഏത് ഭാഗത്താണോ വരുന്നത് ആ ഭാഗത്ത് നിന്നും തന്നെ നമ്മൾ നമ്പർ ചെയ്യണം. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നിലധികം ഒന്നിലധികം ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആ ഒന്നാമത്തെ ശാഖേനെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒന്നാമത്തെ ശാഖ പ്രധാന ചെയിന്റെ ഏത് ഭാഗത്താണോ, വലതുവശത്താണോ അല്ലെങ്കിൽ ഇടതുവശത്ത് ഏത് ഭാഗത്താണോ വരുന്നത്, ഒന്നാമത്തെ ശാഖ ഇപ്പൊ വലതുവശത്തായിട്ടാ വരുന്നെങ്കിൽ വലത്തു നിന്ന് നമ്മൾ പേര് കൊടുക്കുക, ഇടത്തു നിന്നാണെങ്കിൽ ഇടത്തു നിന്നും പേര് കൊടുക്കുക. അതാണ് അതിന്റെ അർത്ഥം. ഒന്നിലധികം ശാഖകളുള്ള ഹൈഡ്രോ കാർബണുകളാണെങ്കിൽ ഒന്നാമത്തെ ശാഖ പ്രധാന ചെയിനിന്റെ ഏത് ഭാഗത്ത് നിന്നാണോ ആ ഭാഗത്ത് നിന്നും നമ്പർ ചെയ്യണം. ഓക്കെ. ഇനി അടുത്ത പോയിന്റ്, ഒന്നാമത്തെ ശാഖ രണ്ടഗ്രത്തിൽ നിന്നും ഒരേ അകലത്തിലാകുമ്പോൾ അടുത്ത ശാഖ നമ്മൾ പരിഗണിച്ച് നമ്പർ ചെയ്യണം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇപ്പൊ രണ്ടാമത്തേലാണ് ഇപ്പൊ ഒരു കാർബൺ ചെയിൻ ഇങ്ങനെ നമ്മൾ നമ്പർ കൊടുക്കുമ്പോൾ രണ്ടാമത്തേലും ഇപ്പുറത്ത് 7 ശാഖ ഉണ്ടെങ്കിൽ അതിന്റെ പുറകിലുള്ള ആറാമത്തേലും വരുന്നെങ്കിൽ, അതായത് തുല്യമായിട്ടാണ് വരുന്നതെങ്കിൽ അടുത്തടുത്തുള്ള ഒരു കാർബൺ ആറ്റത്തിൽ തന്നെ ഒരേ ശാഖകള് വന്നാൽ, ഒരേ ഇന ശാഖകൾ വന്നാൽ, ഇപ്പൊ രണ്ടാമത്തേലും ആറാമത്തേലും അങ്ങനെ ഒരേ അകലത്തിലെ ശാഖകൾ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? സ്ഥാനസംഖ്യകൾ ആവർത്തിച്ചെഴുതണം. ഓക്കെ. ഒരേ കാർബൺ ആറ്റത്തിൽ തന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ നെയിം ചെയ്യുമ്പോൾ ഇപ്പൊ ഈ രണ്ടാമത്തെ ഇതിനകത്താണ് വരുന്നതെങ്കിൽ ശാഖ, അതാണ് പറഞ്ഞേക്കുന്നത്. ഒരു കാർബൺ ആറ്റത്തിൽ തന്നെ ഒരേ ഇനം ശാഖകൾ വരികയാണ്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ 1 2 3 എന്നാണ് നമ്മൾ നമ്പർ കൊടുക്കുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ ഈ കാർബൺ അതിന് ഒരേ ശാഖകൾ, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3 ഇങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സ്ഥാനസംഖ്യകൾ ആവർത്തിച്ച് എഴുതണം. ഇതിപ്പോ എത്രാമത്തെ പ്ലേസിലാണ് ഈ ബ്രാഞ്ച് വന്നേക്കുന്നത്? രണ്ടാമത്തെ
പ്ലേസിലാണ് അല്ലെ വന്നേക്കുന്നത്, രണ്ടാമത്തെ സ്ഥാനത്താണ് ഈ ശാഖ വന്നേക്കുന്നത്. അപ്പൊ 2 പിന്നെ ഒരു 2 കൂടി എഴുതണം. അതാണ് ആവർത്തിച്ച് എഴുതണം. 2 ബ്രാഞ്ചുകളും ഏതിലാ വന്നേക്കണേ? ഈ രണ്ടാമത്തെ കാർബണിലാണ് വന്നേക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പ്രാവശ്യം അല്ല എഴുതേണ്ടത്, സ്ഥാനസംഖ്യകൾ രണ്ടാമത്തെ പ്ലേസിലല്ലേ വന്നേക്കുന്നേ, 2 എണ്ണം ഉണ്ട്. അതുകൊണ്ട് ഈ സ്ഥാനസംഖ്യകൾ ആവർത്തിച്ച് എഴുതണം. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നതിന്റെ സാരം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയി കിട്ടും. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഒരു പോയിന്റ് കൂടി നിങ്ങൾ നോക്കാം. ഇത് എഴുതുമ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നതെന്ന് വെച്ചാൽ ശാഖയുടെ സ്ഥാനസംഖ്യ. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ശാഖ ഏത് സ്ഥാനത്താണോ എന്ന് നോക്കാം. ശാഖയുടെ സ്ഥാനസംഖ്യ പ്ലസ് എന്ത് ചെയ്യണം, ഒരു ഹൈഫൻ കൊടുക്കാം. സ്ഥാനസംഖ്യ എഴുതിയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഒരു ഹൈഫൻ കൊടുക്കണം. പിന്നെ അവിടെ വരുന്നതാണ് റാഡിക്കലിന്റെ പേര്. എന്താണ് റാഡിക്കൽ എന്ന് പറയുന്നത്? ആൽക്കൈൻ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ആറ്റം നീക്കം ചെയ്യപ്പെടുമ്പോൾ പ്രവർത്തന ശേഷിയുള്ള ആറ്റങ്ങളായി മാറുന്നതിനെയാണ് ആൽക്കൈൻ റാഡിക്കൽ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു ഹൈഡ്രജൻ നീക്കം ചെയ്യപ്പെടുമ്പോൾ പ്രവർത്തന ശേഷിയുള്ള ആറ്റമായി മാറുന്നു, ആറ്റം ഗ്രൂപ്പുകളായി മാറുന്നതിനെയാണ് ആൽക്കൈൻ റാഡിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഏത് റാഡിക്കൽ ആണോ എന്നുള്ള റാഡിക്കലിന്റെ പേര് എഴുതുക. പിന്നെ അവിടെ നമ്മൾ എന്ത് എഴുതണം, പദമൂലം. നമ്മൾ ആദ്യം പഠിച്ചല്ലോ കാർബണിന്റെ ഇത് എണ്ണം നോക്കിയിട്ട് 1 2 3 ആണെങ്കിൽ ഏതാണ്, മെത്ത്, എത്ത്, പ്രൊപ്പ്, അങ്ങനെ പദമൂലം എഴുതുക. പ്ലസ് പിൻ പ്രത്യയവും ചേർക്കുക. അവിടെ പിൻ പ്രത്യയവും കൂടി ചേർക്കണം. അതായത് ആൽക്കൈൻ ആയതുകൊണ്ട് ANE എന്നുള്ള പ്രത്യയം നമ്മൾ ചേർക്കണം. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് ബോക്സിലാക്കി തന്നെ പഠിക്കുക. ശാഖയുടെ സ്ഥാനസംഖ്യ പ്ലസ് ഹൈഫൻ പ്ലസ് റാഡിക്കലിന്റെ പേര് പ്ലസ് പദമൂല്യം പ്ലസ് പിൻ പ്രത്യയം. ഓക്കെ, നമുക്ക് ഇതനുസരിച്ച് ഒരെണ്ണം എഴുതി നോക്കാം. ഇവിടെ കാർബൺ CH3 ഇവിടെ C ഉണ്ടല്ലോ, കാർബൺ CH3 അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. ഇവിടെ നോക്കാം. അപ്പൊ നീളം കൂടിയ ചെയിൻ, ഇതാണ് നീളം കൂടിയത്. അതിനെ എന്താണ് പ്രധാന ചെയിൻ ആയിട്ട് പരിഗണിക്കുക. അത് വെച്ചിട്ട് നമ്മൾ നമ്പർ ചെയ്യുക. അപ്പൊ ഇവിടെ നമ്പർ ചെയ്യുമ്പോൾ 1 2 3. ഓക്കെ, 1 2 3 എന്ന് നമ്പർ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ശാഖയുടെ സ്ഥാനം കണ്ടെത്തണം. ഇവിടെ ശാഖ എത്രാമത്തെ പ്ലേസിലാണ് ബ്രാഞ്ച് വന്നേക്കുന്നത്? രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ നിന്നാണ് ഇവിടെ ബ്രാഞ്ച് വന്നേക്കുന്നത്, ശാഖകൾ വന്നേക്കുന്നത്. അതും ശ്രദ്ധിക്കുക. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഒരു കാർബൺ ആറ്റത്തിൽ തന്നെ ഒരേ ഇനം ശാഖകൾ വന്നാൽ എന്ത് ചെയ്യണം, സ്ഥാനസംഖ്യകൾ ആവർത്തിച്ച് എഴുതണം. ഇപ്പൊ രണ്ടാമത്തെ പ്ലേസിൽ 2 ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് ആവർത്തിച്ച് എഴുതണം. അപ്പൊ ആദ്യം നമുക്ക് എഴുതാം, രണ്ടാമത്തെ ബ്രാഞ്ചിലാണ് വന്നേക്കുന്നത് ശാഖയുടെ സ്ഥാനസംഖ്യ. സ്ഥാനം രണ്ടാമത്തെ പ്ലേസ് അല്ലേ 2, അത് ഒന്നോടെ നമ്മൾ 2 എണ്ണം ഉള്ളത് കൊണ്ട് ആവർത്തിച്ച് എഴുതി 2 2. ഇനി എന്ത് ചെയ്യണം, ഹൈഫൻ. എന്താണ് അവിടെ ഹൈഫൻ കൊടുക്കണം. 2 2 ഹൈഫൻ. പിന്നെ നോക്കുക റാഡിക്കലിന്റെ പേര്. ഇവിടെ നോക്കിയേ, റാഡിക്കൽ ഇവിടെ CH3 ആണ്. അതായത് CH4 എന്ന് പറഞ്ഞ മീഥൈൻ ആണ്. നമ്മൾ പഠിച്ചല്ലോ, CH4 മീഥൈൻ ആണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ മീഥൈൻ ആണ്. ഇവിടെ മീഥൈനിൽ നിന്നും ഒരു ഹൈഡ്രജൻ ആറ്റം റിമൂവ് ചെയ്യുമ്പോൾ മാറുമ്പോഴാണ് മീഥൈൽ റാഡിക്കൽ മീഥൈൽ കിട്ടുന്നത്. അതിനാണ് മീഥൈൽ എന്ന് പറയുന്നത്. മീഥൈനിൽ നിന്നും ഒരു ഹൈഡ്രജൻ ആറ്റം റിമൂവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, മീഥൈൽ റാഡിക്കൽ. അപ്പൊ റാഡിക്കലിന്റെ പേര് ഏതാണ് ഇവിടെ, മീഥൈൽ. ഏതാണ്, മീഥൈൽ. METHYL, മീഥൈൽ. മീഥൈൽ. ഇത്രയും കിട്ടി നമുക്ക്. ഓക്കെ, റാഡിക്കലിന്റെ പേര് വരെയും നമുക്ക് എഴുതി മീഥൈൽ. ഇവിടെ അപ്പോ ഇവിടെ ഇനി നോക്കിയേ, ഇവിടെ എത്ര മീഥൈൽ ഉണ്ട്? എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 2 എണ്ണം ഉണ്ട് അല്ലെ. 2 മീഥൈൽ ഉണ്ട്. അപ്പൊ അതിനു മുന്നേ നമ്മൾ എന്തെന്ന് ചേർക്കണം, ഡൈ. ഓക്കെ, അപ്പൊ എങ്ങനെയായി, ഡൈമീഥൈൽ. ഡൈമീഥൈൽ. ഇനി നമ്മൾ ഇവിടെ നോക്കണം, കാർബണിന്റെ എത്ര എണ്ണം നോക്കുക, പദമൂലം നോക്കുക. മെത്ത്, എത്ത്, പ്രൊപ്പ് അല്ലെ, 3 എണ്ണം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ്, പ്രൊപ്പ് എന്ന് വരും അല്ലെ. പ്രൊപ്പ്. പിന്നെ എന്ത് ചേർക്കണം, പ്ലസ് പിൻ പ്രത്യയം. ആൽക്കൈൻ ആയതുകൊണ്ട് ഏതാ ചേർക്കേണ്ടത്, ANE. അപ്പൊ പ്രൊപ്പ് എയിൻ.
അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പേര് നമ്മൾ പറയുന്നത്? 2,2-dimethyl propane. 2,2-dimethyl propane. കിട്ടിയോ? ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഇത് ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ വെക്കുക. അപ്പൊ ആദ്യം നീളം കൂടിയ ചെയിനിനെ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ ചെയിനായിട്ട് കണക്കാക്കി നമ്മൾ നമ്പർ കൊടുക്കുക. നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ 2 എന്ന് പറഞ്ഞ ബ്രാഞ്ച് കാർബൺ ആറ്റത്തിലാണ് ഇവിടെ ബ്രാഞ്ചുകൾ വന്നേക്കുന്നത്. അതും 2-വിൽ തന്നെ 2 ബ്രാഞ്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്ഥാനസംഖ്യ നമ്മൾ ആവർത്തിച്ചെഴുതി 2 പിന്നെ ഹൈഫൺ കൊടുത്തു. ഇനി ഇവിടെ മീഥൈനിൽ നിന്ന് ഒരു റാഡിക്കലിന്റെ പേരാണ്. മീഥൈനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം റിമൂവ് ചെയ്തപ്പോൾ കിട്ടുന്നതാണ് മീഥൈൻ. അപ്പൊ എത്ര മീഥൈൻ ഉണ്ട് ഇവിടെ? 2 എണ്ണം ഉണ്ട് അല്ലെ? ഡൈമീഥൈൽ. ഇനി ഇവിടെ നോക്കുക, പ്രൊപ്പൈൻ നോക്കുക. പ്രൊപ്പ പ്ലസ് എയിൻ, ആൽക്കെയിൻ ആയതുകൊണ്ട് പിൻപ്രത്യയം ഏതാ? എയിൻ ചേർക്കുക. അപ്പൊ 2,2-dimethyl propane. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. അടുത്തത് CH3 CH CH3 CH3. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ നമുക്ക് നെയിം ചെയ്യാം നോക്കാം. ആദ്യം നമ്മൾ നോക്കാം, നീളം കൂടിയതിനെ മെയിൻ ചെയിൻ ആയിട്ട് പരിഗണിച്ച് നമ്മൾ നമ്പർ കൊടുക്കണം അല്ലേ? 1 2 3 4 നമ്പർ കൊടുത്തു. ഇത്രയും ഒരു കൺഫ്യൂഷനും ഇല്ല. ഇനി എവിടെയാണ് ബ്രാഞ്ചുകൾ വന്നേക്കുന്നത് എന്ന് നോക്കുക. സ്ഥാനസംഖ്യ നോക്കുക. ഇവിടെ 2ാമത്തേലും ബ്രാഞ്ച് വന്നിട്ടുണ്ട്. എത്ര? 3ാമത്തെ കാർബണിനും ബ്രാഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആ സ്ഥാനസംഖ്യ എഴുതുക. 2 2 കോമ എത്രയിലും വന്നിട്ടുണ്ട്? 3ലും വന്നിട്ടുണ്ട് അല്ലെ? 2 3. ഇനി എന്ത് ചെയ്യണം? ഹൈഫൻ. അടുത്ത ഇത് സ്റ്റെപ്പാണ്. ഹൈഫൺ കൊടുത്തു. ഇനി ശ്രദ്ധിക്കുക, റാഡിക്കലിന്റെ പേര്. ഇവിടെ റാഡിക്കൽ CH3 ആണ്. അപ്പൊ അതായത് CH4 മീഥൈനിൽ നിന്നും ഒരു ഹൈഡ്രജൻ ആറ്റം റിമൂവ് ചെയ്തപ്പോൾ മീഥൈലാ കിട്ടിയത് അല്ലെ? മീഥൈൽ റാഡിക്കൽ. അപ്പൊ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? മീഥൈൽ 2 എണ്ണം ഉണ്ട് അല്ലെ? ഡൈമീഥൈൽ. ഇനി ഇവിടെ നോക്കുക, കാർബൺ ആറ്റം നോക്കുക, എണ്ണം നോക്കുക. 1 2 3 4. അപ്പൊ എത്ത് പ്രൊപ്പ ബ്യൂട്ട്. ഏതാ വരുന്നത്? ബ്യൂട്ട് പ്ലസ് ഏതാണ്? ആൽക്കെയിനില് AN ചേർക്കും, ബ്യൂട്ടേൻ. അപ്പൊ ഇതിനെങ്ങനെ നമുക്ക് പേര് കൊടുക്കാം? 2,3-dimethyl ബ്യൂട്ടൈൻ. 2,3-dimethyl ബ്യൂട്ടൈൻ. ഇങ്ങനെയാണ് നമ്മൾ ശാഖകളുള്ള ഹൈഡ്രോ കാർബണുകളെ നാമകരണം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഈ 2 എക്സാമ്പിളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയി. പിന്നെ ഇതിനകത്ത് നിങ്ങൾ നോക്കുക, ഈ നിർദ്ദേശങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് തന്നെ ചെയ്യുക. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞത്, ഇപ്പൊ നമുക്കൊരു കാർബണിൽ ഇങ്ങനെ കാർബൺ ചെയിൻ വരുന്നതാണെങ്കിൽ 2ാമത്തേലാണ് ബ്രാഞ്ച്, ഇവിടെ CH3 ഇങ്ങനെ ബ്രാഞ്ച് വരുന്നതെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ചെയ്യണം. 1 2 3 4 5. തിരിച്ചു ചെയ്യാൻ പറ്റൂല. ഒന്ന് കണ്ടോ? 1 2 3 4 5 എന്ന് പറഞ്ഞ് ഇവിടെ 4 ആവും. അപ്പൊ ഈ ശാഖയ്ക്ക് കുറഞ്ഞ സംഖ്യ വരുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഇപ്പൊ ഈ ബ്രാഞ്ച് ഇവിടെയല്ല, നേരെ നമുക്ക് ഇവിടെയാണ് വന്നതെങ്കിൽ നമ്മൾ എങ്ങനെ നാമകരണം ചെയ്യണം? CH3 ഇവിടെയാ വരുന്നതെങ്കിൽ ഇങ്ങനെ വരുമ്പോ 1 2 3 4 എന്ന് പറയുമ്പോൾ കൂടുതലാണ് അല്ലെ? ഈ ശാഖയ്ക്ക് സ്ഥാനസംഖ്യ കൂടുതലാ വരുന്നത്. അപ്പൊ നമ്മൾ തിരിച്ച് ഇവിടെ നിന്ന് എഴുതണം. 1 2 3 4 5. കണ്ടോ? നേരെ തിരിച്ചെഴുതുക. ഇപ്പൊ ഈ ശാഖയ്ക്ക് കുറഞ്ഞ സ്ഥാനസംഖ്യ വരുന്ന രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ നിർദ്ദേശങ്ങളൊക്കെ IUPACയുടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഏത് ഹൈഡ്രോ കാർബണുകളെ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ പേര് നിർദ്ദേശിക്കാം. അപ്പോൾ നമ്മളത് പറഞ്ഞാണ് ആൽക്കൈൻ റാഡിക്കൽ എന്ന് പറഞ്ഞത്. ആൽക്കൈൻ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ആറ്റം നീക്കം ചെയ്യപ്പെടുമ്പോൾ പ്രവർത്തനശേഷിയുള്ള ആറ്റം ഗ്രൂപ്പുകളായി മാറുന്നതിനെയാണ് ആൽക്കൈൻ റാഡിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീഥൈൻ എന്ന് പറഞ്ഞാൽ CH4 ആണ്. ഈ CH4ൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം നീക്കം ചെയ്യപ്പെടുമ്പോൾ കിട്ടുന്നത് ഏതാണ്? റാഡിക്കൽ ആണ്, മീഥൈൽ. METHYL, മീഥൈൽ റാഡിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നോക്കിയേ, മീഥൈൽ റാഡിക്കൽ CH3, ഈഥൈൻ റാഡിക്കൽ CH3 CH2, പ്രൊപ്പൈൻ
CH3 CH2 CH2. അപ്പൊ അതിങ്ങനെ മീഥൈൽ ഈഥൈൽ പ്രൊപ്പൈൻ റാഡിക്കളാണ് ഇവിടെ എഴുതിയേക്കുന്നത്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഒരു പോയിന്റ് കൂടെ നോക്കുക. ആൽക്കൈൻ റാഡിക്കളുകളെ റെപ്രസെന്റ് ചെയ്യുന്ന R' ഒരു ചെറിയ ഹൈഫണും കൂടി വരുന്നുണ്ട്. ആൽക്കൈൻ റാഡിക്കളെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് R ഹൈഫൺ കേട്ടോ. ഇത് നോക്കുക, ഈ സിമ്പിൾ നോക്കുക. R എന്നാണ് ലെറ്റർ. ഏതാണ്? ആൽക്കൈൻ റാഡിക്കലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് R ഹൈഫൺ എന്നുള്ളതും നോക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ എന്താണ് ശാഖകൾ ഇല്ലാത്ത ഹൈഡ്രോ കാർബണുകളെ നാമകരണം ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. പിന്നെ ശാഖകളോട് കൂടിയ ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം എന്ന 2 ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ ഇന്ന് തന്നെ ഈ ക്ലാസ് കണ്ട് ഉടനെ തന്നെ നിങ്ങൾ ഇതുപോലെ ഇതൊന്ന് ചെയ്ത് നോക്കുക. നമ്മളിത് വായിച്ച് മനസ്സിലാക്കുകയല്ല, ഇത് നമ്പർ ഇങ്ങനെ തന്നെ ചെയ്ത് നമ്പർ ഇട്ട് ഇത് രണ്ടും ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഏത് ഹൈഡ്രോ കാർബണുകളെ വേണമെങ്കിലും നമുക്ക് IUPAC നിർദ്ദേശമനുസരിച്ച് നമുക്കത് നാമകരണം ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ക്ലാസ്സുകൾ റെഗുലറായിട്ട് കാണുക, നോട്ട്സ് കൃത്യമായിട്ട് എഴുതിയെടുക്കുക, എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.